ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ പോരാട്ടവുമായി പാലക്കാട്ട് ഒരു പിതാവ്. MBBS വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി വാങ്ങിയ ഫീസ് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയാണ് മണ്ണൂർ സ്വദേശി ഹംസ പോരാടുന്നത്. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ചട്ടപ്രകാരം 4.5 വർഷത്തെ ഫീസ് മാത്രമാണ് മെഡിക്കൽ കോളേജുകൾക്ക് MBBS വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കാനാവുക. എന്നാൽ മകൾ പഠിച്ചിരുന്ന പാലക്കാട്ടെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് സ്ഥാപനം 5 വർഷത്തെയും ഫീസ് ഈടാക്കിയെന്ന് ഹംസ പറയുന്നു. മെഡിക്കൽ കോളേജുകൾ അനധികൃതമായി ഈടാക്കിയ ഫീസുകൾ തിരിച്ചുപിടിച്ചു നൽകാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹംസ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ മകളെ ഒരു സ്വാശ്രയ കോളേജിൽ ചേർത്തി പഠിപ്പിച്ചു MBBSന്. പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത് കോഴ്സ് ഡ്യൂറേഷൻ 4.5 വർഷമാണ്. അപ്പോൾ ഈ 4.5 വർഷത്തെ ഫീസാണ് ഞങ്ങൾ അടയ്ക്കേണ്ടതുള്ളൂ. എന്നാൽ കോളേജ് ഞങ്ങളോട് 5 വർഷത്തെ ഫീസും അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളതെല്ലാം അടച്ചു. ഇപ്പോൾ NMC ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് 4.5 വർഷത്തെ ഫീസേ കോളേജുകൾ സ്റ്റുഡൻസിനോട് വാങ്ങാവൂ. അതിൽ കൂടുതൽ 5ഉം 5.5 വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. ആ പൈസ കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടാനുണ്ട്. ഹൈക്കോടതിയിൽ സ്റ്റേ പോയിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് ആ സ്റ്റേ ലിഫ്റ്റ് ചെയ്ത് ഉടനടി ഞങ്ങൾക്ക് വേണ്ട നടപടികൾ, ഈ പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് തലത്തിൽ സ്വീകരിക്കണം. ഗവൺമെൻറ് മാത്രമാണ് ഞങ്ങളെ സഹായിക്കാനുള്ളൂ. ഇക്ബാൽ, ഇപ്പോൾ സ്വാശ്രയ കോളേജിൽ മകളെ പഠിപ്പിച്ച ഒരു പിതാവിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ കൂടുതൽ 5 വർഷത്തെ ഫീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അനധികൃതമാണ് എന്നുള്ള ഉത്തരവ് വന്നിരിക്കുമ്പോൾ അത് പ്രകാരം തിരിച്ചു കിട്ടേണ്ട തുക അത് 3 ലക്ഷത്തിൽ പരമാണ് എന്നാണ് പിതാവ് പറയുന്നത്. അപ്പോൾ അത് കോളേജ് അധികൃതരോട് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്മൃതി, അതായത് ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെയാണ് ഈ പാലക്കാട് മണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഹംസയുടെ പോരാട്ടം. തൻ്റെ മകളെ വർഷങ്ങൾക്ക് മുമ്പാണ് ഹംസ പാലക്കാട് തന്നെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചേർത്തി പഠിപ്പിക്കുന്നത്. MBBS 4.5 വർഷത്തെ ഫീസാണ് അടയ്ക്കേണ്ടതുള്ളൂ എന്നുള്ളത് ഈ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രോസ്പെക്ടസ് വായിച്ചതിലൂടെ ഇവർക്ക് മനസ്സിലായിരുന്നു. പിന്നീട് കോളേജിൽ അഡ്മിഷൻ എടുത്തെങ്കിലും 5 വർഷത്തെ ഫീസും ഈ കോളേജ് ഈ വിദ്യാർത്ഥിയിൽ നിന്നും ഈടാക്കി. പക്ഷേ ഇതിനെല്ലാം ശേഷം പിന്നീട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ തന്നെ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ പറയുന്നുണ്ട് 4.5 വർഷമാണ് MBBS പഠനം എന്ന് പറയുന്നത്. ആ സമയത്തേക്കുള്ള ഫീസ് മാത്രമേ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കാൻ പാടുകയുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും രീതിയിൽ പണം ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പണം തിരിച്ചു പിടിച്ച് നൽകാൻ വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് ഈ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഒരു നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഈ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഈ തുക തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഹംസ പറയുന്നത്. 6 മാസത്തെ തുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപ ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനുണ്ട്. ഹംസയുടെ മകൾക്കുൾപ്പെടെ ലഭിക്കാനുണ്ട്. പക്ഷേ ഈ തുകയുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ഈ മെഡിക്കൽ കോളേജുകൾ ഇവർക്ക് നൽകുന്നില്ല. ഈ പണം ചോദിച്ചു പോകുമ്പോൾ യാതൊരു രീതിയിലുള്ള വിവരവും ആരിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഹംസയും പറയുന്നത്. തങ്ങളെല്ലാം വായ്പയെടുത്താണ് മക്കളെ പഠിപ്പിച്ചത്. ഈ തുകയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പിതാവ് ഈ തുകയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം ആരംഭിച്ചത്. പക്ഷേ ഹംസ നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ചില സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഈ തുക നൽകാതിരിക്കാൻ വേണ്ടി ഈ ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ഉത്തരവിനെതിരെ നിലവിൽ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. നിയമപരമായി ഈ പണം നൽകാതിരിക്കാൻ എന്തെല്ലാം മാർഗമുണ്ടോ അതെല്ലാം ഈ മെഡിക്കൽ കോളേജുകൾ സ്വീകരിക്കുകയാണ്. നിലവിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തണം, ഒരു പരിഹാരം കാണണം. തങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തി ആ 6 മാസത്തെ അനധികൃതമായി ഇവർ വാങ്ങിയിട്ടുള്ള ഫീസ് അത് തിരികെ വാങ്ങി നൽകണമെന്നുള്ളതാണ് ഹംസ പറയുന്നത്. ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ദേശീയ മെഡിക്കൽ കമ്മീഷനും എല്ലാം ഹംസ പരാതികൾ നൽകിയിട്ടുണ്ട്, അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ വേണം. തൻ്റെ മകൾ മാത്രമല്ല, സംസ്ഥാനത്ത് നിരവധി വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അനധികൃതമായി ഈ 6 മാസത്തെ ഫീസ് മെഡിക്കൽ കോളേജുകൾക്ക് നൽകേണ്ടി വന്നിട്ടുള്ളത്. അവർക്കെല്ലാം ഈ തുക തിരിച്ചു ലഭിക്കണം. തൻ്റെ മകൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിനൊപ്പം സംസ്ഥാന സർക്കാർ കൂടെ നിൽക്കണം. ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നൽകിയിട്ടുള്ള ഈ സ്റ്റേ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി വന്നിട്ടുള്ള ഈ സ്റ്റേക്കെതിരെ സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് ആ സ്റ്റേ ലിഫ്റ്റ് ചെയ്ത് മാറ്റാനും അതുപോലെ തന്നെ ഈ തുക തിരിച്ചു പിടിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാവാൻ സംസ്ഥാന സർക്കാർ കൂടെ നിൽക്കണം. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇടപെടണമെന്നുള്ളതാണ് പാലക്കാട് മണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഹംസ ആവശ്യപ്പെടുന്നത്. സ്മൃതി, ശരി, ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.